മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഹത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. അലിഗഡിലെത്തിയാണ് ബന്ധുക്കളെ അദ്ദേഹം കണ്ടത്. രാഹുൽ ഗാന്ധി ഈ ബന്ധുക്കളെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതേസമയം ബോലെ ബാവ എന്ന ഒരു ആൾ ദൈവത്തിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ കൂടിയ ആളുകളാണ് ഇത്തരം അപകടത്തിൽപ്പെട്ടത്. ഭോലെ ബാബയെ കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് UP പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായി പ്രകാശ് മധുക്കരെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുമുണ്ട്. ഇതാണിപ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നീക്കം. എന്തായാലും വലിയ ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും ഇതിന് കാരണക്കാരായവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൻ്റെ സാഹചര്യമായി ഉയർന്നു വരികയുണ്ട്. സുവി വിശ്വനാഥനുണ്ട്. സുവി, യഥാർത്ഥത്തിൽ ഇത് UP പോലീസിൻ്റെ ഒരു വീഴ്ചയായി തന്നെ വ്യാഖ്യാനിക്കണം, പറയേണ്ടി വരും. കാരണം ഭോലെ ബാബയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് പുറമെയാണ് ഈ അപകടം ഉണ്ടാക്കി വെക്കുകയും അപകടം ഇത്തരം വ്യാപ്തിയിലേക്ക് കടന്നതും അവിടെ ഉണ്ടായ സുരക്ഷാ പിഴവടക്കമുള്ള പ്രശ്നങ്ങൾ. എന്താണ് അന്വേഷണ സംഘവും സർക്കാരും വിശദീകരിക്കുന്ന ഇക്കാര്യത്തിൽ? രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഉത്തരവാദി ആരെന്ന് കണ്ടെത്താൻ ഇനിയും പോലീസിനും ഉത്തർപ്രദേശ് സർക്കാരിനും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഭോലെ ബാബ എന്ന് പറയുന്ന ആൾ ദൈവം ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രധാന അനുയായിയായ പ്രകാശ് മധുക്കറെ കണ്ടെത്താൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ വരെ രൂപീകരിച്ചിട്ടുണ്ട്. എവിടേക്കാണ് ഈ ഭോലെ ബാബ പോയത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് കൈമലർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം മുതൽ തന്നെ വലിയ വീഴ്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അവിടെ മതിയാം വണ്ണം ആശുപത്രികളില്ല, ഡോക്ടർമാരില്ല, സൗകര്യങ്ങൾ കുറവാണ്, ആംബുലൻസുകൾ കാര്യമായി ഉണ്ടായില്ല. രോഗികൾ, അതായത് ഇത്രയധികം ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാനുണ്ടായ കാരണം അവിടെ ഉണ്ടായ തിക്കും തിരക്കും മാത്രമല്ല, ആശുപത്രികളിലും മറ്റു സംവിധാനങ്ങളുടെയും സൗകര്യ ിൽ കുടുങ്ങിയിരുന്നു. അവിടെ ആദ്യം എത്തിയത് അലിഗഡിലാണ്. അതിനുശേഷമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയത്. അദ്ദേഹം പ്രധാനമായും ഈ മരിച്ചവരുടെയും പരിക്കേറ്റ ബന്ധുക്കളെയും ആശ്വസിപ്പിക്കുകയായിരുന്നു. ഒപ്പം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ധനസഹായം മതിയായ ധനസഹായമല്ല എന്നൊരു വിമർശനവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. 121 പേരാണ് രാജ്യം ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദികളെ ഇനിയും സർക്കാരിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇത് വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട്. വലിയ തോതിൽ പ്രതിരോധത്തിലുമാണ് UP സർക്കാർ. ഈ ഭോലെ ബാബ എന്ന് പറയുന്ന ആൾ ദൈവം നേരത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. അതിനുശേഷം 90കളോട് കൂടിയാണ് അദ്ദേഹം ആൾ ദൈവമായി മാറുന്നത്. ഈ കേസിൽ, ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഇതിനോടകം തന്നെ 20 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും വലിയ ബന്ധം ഉള്ളവരാണ് എന്ന് പോലീസ് തെളിച്ചു പറയുന്നില്ല. പക്ഷേ ഈ ഭോലെ ബാബയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് സർക്കാരിന്റെ ഒരു വീഴ്ചയായി തന്നെ തുടരുകയാണ്. ആ കാര്യവും രാഹുൽ ഗാന്ധിയോട് ഈ മരിച്ചവരുടെ ബന്ധുക്കളും പരിക്കേറ്റവരുടെ ബന്ധുക്കളും ഉന്നയിക്കുന്നുമുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടാകുന്നു. ഭോലെ ബാബയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി അവിടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്.